ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കും ആയിട്ടാണ്, മിൽക്കി നട്ട്സ് കേക്ക്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആർട്ട് എങ്ങനെയാണ് കേക്കിൽ ചെയ്യുന്നത്, ക്രീം കേക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഡെക്കറേഷൻ. അപ്പോൾ ഇതൊരു കളർ ആർട്ടാണ്, ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി നട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില സ്പോഞ്ചാണ് കേട്ടോ. വാനില സ്പോഞ്ച് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനിൽ 2 പാനിൽ ഒരുമിച്ചിട്ട് ബേക്ക് ചെയ്തതാണ്. 4 മുട്ടയുടെ ബാറ്ററാണ്. അപ്പോൾ വാനില സ്പോഞ്ച് 1 kgയുടേത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കേക്കൊക്കെ ചെയ്യാനിപ്പോൾ എല്ലാവർക്കും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, വേണമെങ്കിൽ പോയി കാണുക കേട്ടോ. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പാനിൽ 2 പാനിലായിട്ട് ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ ഒരുമിച്ചിട്ട് തന്നെ ബേക്കായി കിട്ടും. പെട്ടെന്ന് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. കേക്ക് 2 പാനിലായിട്ട് ചെയ്യുമ്പം നല്ല ഹൈറ്റിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് വെറ്റ് ചെയ്യാനായിട്ടുള്ള മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലെടുക്കുക. എവാപ്പറേറ്റഡ് മിൽക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഗുഡ് ലൈഫ് പാലുണ്ടല്ലോ, ആ ഒരു ഗുഡ് ലൈഫ് പാല് 1 കപ്പ് എടുത്താലും മതി. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കവറ് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലും അതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ whipping cream ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. പിന്നെ അതിലോട്ട് 1/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് അതിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് വേറെ പഞ്ചസാരയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലത്തെ ഒരു സോസ് ബോട്ടിലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. പിന്നെ നമ്മുടെ മിൽക്ക് കേക്ക് ഉണ്ടല്ലോ, നമ്മുടെ ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ വീഡിയോയിൽ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഈ ഒരു മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പിലല്ല നമ്മുടെ മിൽക്കി നട്ട്സ് കേക്ക് വെറ്റ് ചെയ്യുന്നത് ഈ ഒരു മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 6 ഇഞ്ചിൻ്റെ പാനൽ ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് 5 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലപ്പോൾ 4 ലെയർ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം ബേക്ക് ചെയ്യുമ്പം ചിലപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടും, ചിലപ്പോൾ ഹൈറ്റ് കുറച്ച് കുറവിൽ കിട്ടും. അത് എപ്പോഴും ഒരുപോലെ കിട്ടാറില്ല. ഇത് ഞാൻ 4 ലെയറായിട്ട് എന്തായാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ആ ഒരു മിൽക്ക് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ക്രീമിലോട്ടും കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കാത്തത് വെറുതെ നീട്ടി വലിച്ച് കാണിക്കണ്ട, അപ്പോൾ അതൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫില്ലിങ്സിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം, എന്നാലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചോക്കോ ചിപ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ക്രീമിലോട്ട് ചേർത്ത് കൊടുത്തതുകൊണ്ട് ചോക്ലേറ്റ് ഗനാഷ് മിഡിൽ കൊടുക്കുന്നില്ല, ചോക്കോ ചിപ്സാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയർ കേക്കും കൂടി നമുക്ക് വെച്ച് കൊടുത്തിട്ട് സെയിം മിൽക്ക് വെച്ചിട്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അതേ പ്രൊസീജിയർ തന്നെ തുടരാം. ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യുക, എന്നിട്ട് നട്ട്സ് വെച്ചിട്ട് ഫുള്ള് നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നട്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷും ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ലെയറും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീം കുറച്ച്
വളരെ കട്ടിയിലല്ല, കുറച്ച് തിന്നായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ക്രം കോട്ടിങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ക്രംസൊക്കെ പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇങ്ങനെ ക്രം കോട്ടിങ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ ഷാർപ്പ് എഡ്ജിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ കുറേ വിവരിക്കുന്നില്ല. അപ്പോൾ ഞാനിത് എന്തായാലും ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. താഴെയാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചോളൂ, ഫ്രീസറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഐസിങ് ഒക്കെ ഓരോരുത്തർക്കും എങ്ങനെയാണോ പരിശീലിച്ചത് ആ ഒരു രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ചിലവർ പൈപ്പിംഗ് ബാഗൊന്നും യൂസ് ചെയ്യാറേ ഇല്ല, വെറും പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്യാറുണ്ട്. ചിലവർ സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടും പാലറ്റ് നൈഫ് വെച്ചിട്ടും 2 രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ 2 രീതിയിലും ഞാൻ ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പം നല്ല രീതിയിൽ ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് വരുത്തുന്നതെന്നൊക്കെ അതിനുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും, പ്രത്യേകിച്ചിട്ട് ബിഗിനേഴ്സിന്. അപ്പം ഞാൻ കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്. ഇനിയിപ്പോൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് ഇത് തണുപ്പിച്ചതിന് ശേഷം ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുത്തിട്ട് നട്ട്സ് മുകളിലോട്ട് ഇട്ടിട്ട് ഡെലിവറി ചെയ്താലും മതി. ഞാനിപ്പം ഇത് കസ്റ്റമൈസ്ഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ പെയിൻറ്റിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പാലറ്റ് നൈഫ് എടുക്കുക കേട്ടോ. അറ്റം കൂർത്തിട്ടുള്ള ഇതുപോലത്തെ നൈഫ് ഉണ്ടാവുമല്ലോ, ആ ഒരു നൈഫ് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടാവുമല്ലോ, സ്പൂണിൻ്റെ അറ്റം ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ പാലറ്റ് നൈഫ് എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര കളർ വേണം, ഇപ്പോൾ ഒരു ഫ്ലവർ വരക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കളർ, ഞാനിപ്പം 4 കളേഴ്സ് എടുക്കുന്നുണ്ട്. 4 കളർ ഒരു പ്ലേറ്റിലോട്ടോ മറ്റോ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് വീതം ഒറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ 4 കളേഴ്സ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു നൈഫ് എടുക്കാം. ആ ഒരു നൈഫിൻ്റെ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, കൂർത്ത ഭാഗം കളറിൽ ഡിപ്പ് ചെയ്യുക. കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് കേക്കിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കളറിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നൈഫ് ക്ലീൻ ചെയ്യുക, ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അടുത്ത കളറിൽ ഡിപ്പ് ചെയ്യുക, അടുത്ത കളറിലും വേണ്ട ഡിസൈൻ. അങ്ങനെ വലുതായിട്ട് ഡിസൈനൊന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, ക്രീം കേക്കാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ സിമ്പിൾ ഡിസൈനൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കേക്ക് സെറ്റ് ആവുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരയ്ക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷമല്ല നമ്മളിത് വരയ്ക്കേണ്ടത്. ആ ഐസിങ് ചെയ്ത പാടെ തന്നെ നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റായി കഴിഞ്ഞിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത്രക്കൊരു വൃത്തിയിൽ കിട്ടില്ല കേട്ടോ. ഒരു കേക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ക്രീമൊക്കെ ഉറച്ചു പോകുമല്ലോ. അപ്പോൾ ഉറച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിത് കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഒരു കളറിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ചെറിയൊരു ഡിസൈൻ, ചെറിയൊരു വര പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് ക്ലീൻ ചെയ്യുക, വീണ്ടും മറ്റേ കളറിൽ മുക്കുക, ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കാണാൻ, ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. ഇതുപോലത്തെ അറ്റം കൂർത്തിട്ടുള്ള പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ.
പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വൈറ്റ് പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പേൾസ് വീതം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ എംബ്രോയ്ഡറി ചെയ്ത ആ ഒരു ഇഫക്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാനിതിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസിൻ്റെ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കേക്ക് ഡെക്കറേഷനും അതുപോലെ തന്നെ കേക്ക് റെസിപ്പിയും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.